ഇന്ത്യൻ ക്രിക്കറ്റിന്മേൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നതാണ് മുൻ പാകിസ്ഥാൻ താരം തൻവീർ അഹമ്മദിന്റെ ഈ ആരോപണങ്ങൾ. കനത്ത പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി സൂര്യകുമാർ യാദവ് സംഘവും ഏഷ്യാകപ്പ് കിരീടം ഉയർത്തിയതിന് പിന്നാലെയാണ് വിജയം അവിശ്വസനീയമായ ഒത്തുകളിയിലൂടെ ആയിരുന്നു എന്ന വാദം ഉയർന്നു വന്നത്. ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഹാട്രിക് വിജയമായിരുന്നു ഇത്. തൻവീർ അഹമ്മദ് തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിലെ പ്രധാന കാരണം താൻ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന ചില അസ്വാഭാവിക സംഭവങ്ങളും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിലവിൽ BCCIക്ക് ഉള്ള അമിതമായ സ്വാധീനവുമാണ്. തൻവീർ അഹമ്മദിന്റെ ഒത്തുകളി ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു ഫൈനൽ മത്സരത്തിലെ ടോസാണ്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി അഗയെ മാച്ച് റഫറിയായി റിച്ചി റിച്ചാർഡ്സൺ സമ്മർദ്ദമായി കബളിപ്പിച്ചുവെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ടോക്ക് സ്പോർട്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം ടോസ് സമയത്തെ ഓരോ നിമിഷവും വിശദമായി നിരീക്ഷിച്ചു. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കോയിൻ മുകളിലേക്ക് എറിഞ്ഞ് നിലത്ത് വീണയുടൻ റഫറി കോയിന്റെ അടുത്തേക്ക് നീങ്ങിയെങ്കിലും അദ്ദേഹം കോയിൻ ശരിക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ തിടുക്കം കാണിച്ചു. സാധാരണഗതിയിൽ ടോസ് വിജയിച്ച ക്യാപ്റ്റൻ ഔദ്യോഗികമായി വിജയം സ്ഥിരീകരിച്ച ശേഷമാണ് മുന്നോട്ട് വരിക. എന്നാൽ റിച്ചാർഡ്സൺ കോയിൻ എടുക്കും മുമ്പേ സൂര്യകുമാർ യാദവ് മുന്നോട്ട് വന്ന് കുനിയുകയും ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ക്യാപ്റ്റൻ ഈ തരത്തിൽ അമിതമായി തിടുക്കം കാട്ടുന്നത് അസ്വാഭാവികമാണെന്ന് തൻവീർ ചൂണ്ടിക്കാട്ടുന്നു. ടോസിന് ശേഷം കോയിൻ നിലത്ത് വീണ ഭാഗം ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ എന്ന് ക്യാമറകൾ വ്യക്തമായി കാണിച്ചില്ല എന്നതും തൻവീർ ആരോപിക്കുന്നുണ്ട്.